യൂണിറ്റ് 5 യുണൈറ്റഡ് വി സ്റ്റാൻഡ്. അതിലെ ബാക്കി നോക്കാം. പ്ലേയിങ് വിത്ത് ബ്ലോക്സ്. ഹരിത, അൻഷിത്, നിജ and Ajal are playing with blocks. See the number of blocks Harita and Anshit got. Let's play with blocks എന്ന് പറയുന്നുണ്ടല്ലേ കുട്ടി. ഹരിതയും അൻഷിത്തും നിജയും അജലെല്ലാം ബ്ലോക്സും കൊണ്ട് കളിക്കുകയാണ്. ഹരിതയും അൻഷിത്തിനും കിട്ടിയ ബ്ലോക്സുകളുടെ എണ്ണം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവിടെ കണ്ടില്ലേ അടുക്കി വെച്ചിരിക്കുന്നത്. ഹൗ മെനി ബ്ലോക്സ് ഹാവ് ദേ ഗോട്ട് ഇൻ ഓൾ? അവർക്ക് രണ്ടുപേർക്കും കൂടിയും എത്ര ബ്ലോക്സ് കിട്ടിയെന്നാണ് കേട്ടോ. ഹരിതയ്ക്ക് കിട്ടിയ ബ്ലോക്സ് ആദ്യം എത്രയാ നോക്കാം, അത് കഴിഞ്ഞ് അൻഷിതിന് കിട്ടിയ ബ്ലോക്സ് എത്രയാ നോക്കാം, രണ്ടും കൂടി കൂട്ടി നോക്കാം കേട്ടോ. ഹരിതയ്ക്ക് കിട്ടിയ ബ്ലോക്സ് എത്രയാ നോക്കൂ. ആദ്യം ഓറഞ്ച് എത്രയെന്ന് കൗണ്ട് ചെയ്യുക. 10 ബ്ലോക്സ് ഉണ്ട് കേട്ടോ. ഗ്രീന് 10 ബ്ലോക്സ് ഉണ്ട്, ബ്ലൂവും 10 ഉണ്ട്, യെല്ലോ 8 ബ്ലോക്സ് ഉണ്ട്, റെഡ് 2 ബ്ലോക്സ്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 3 10s പിന്നെ 8ഉം 2ഉം അല്ലെ. 8 + 2 പറഞ്ഞാൽ എത്രയാ? 10 ആയല്ലോ. അപ്പൊ 4 10s ആയി അല്ലെ. 4 10s എന്ന് പറഞ്ഞാല് 40. അൻഷിതിന് കിട്ടിയ ബ്ലോക്സുകൾ എണ്ണം നോക്കാം നമുക്ക്. ഗ്രീൻ ബ്ലോക്സ് 10 ഉണ്ട്, റെഡ് ബ്ലോക്സ് 10 ഉണ്ട്, യെല്ലോ ബ്ലോക്സ് 6 ബ്ലോക്സേ ഉള്ളൂ കേട്ടോ. കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ എത്ര 10s ആയി? 2 10s പിന്നെ 6ഉം. 2 10s എന്ന് പറഞ്ഞാൽ 20, 6 1s എന്ന് പറയുമ്പോൾ 6, 20യും 6ഉം കൂടി 26 ബ്ലോക്സ് കേട്ടോ. അപ്പൊ ടോട്ടൽ എത്രയാണ്? ഹരിതയ്ക്ക് കിട്ടിയ ബ്ലോക്സുകളുടെ എണ്ണം 40, അൻഷിതിന് കിട്ടിയ ബ്ലോക്സുകളുടെ എണ്ണം 26. രണ്ടും കൂടി ആഡ് ചെയ്ത് എത്രയാ? 40 + 26 = 40യുടെ കൂടെ 20യും കൂടി വന്നാൽ എത്രയായി? 60 ആയി. ഒരു 6 അല്ലേ. അപ്പൊ എത്രയാ? 60 + 6 = 66. നിത ആൻഡ് അജൽ ടുഗദർ ഗോട്ട് 68 ബ്ലോക്സ്. വിച്ച് ഗ്രൂപ്പ് വൺ ദ ഗെയിം? നിതയ്ക്കും അജലിനും കൂടിയും 68 ബ്ലോക്സ് കിട്ടി. അപ്പൊ ഏത് ഗ്രൂപ്പാണ് കളിയിൽ ജയിച്ചത് എന്നാണ് കേട്ടോ. ഏത് ഗ്രൂപ്പാണ്? നിതയും അജലും ആണ് അല്ലെ. നിതയ്ക്കും അജലിനും കൂടിയും 68 ബ്ലോക്സ് കിട്ടി. ഹരിതയ്ക്കും അൻഷിതിനും കൂടിയും 66 ബ്ലോക്സ് കിട്ടി. അപ്പൊ കൂടുതൽ ബ്ലോക്സ് കിട്ടിയ ഗ്രൂപ്പ് അല്ലേ ജയിക്കുക. അപ്പൊ നിത ആൻഡ് അജലിന്റെ ഗ്രൂപ്പാണ് ജയിച്ചത് കേട്ടോ. ഹൗ മെനി ബ്ലോക്സ് മോർ ഡിഡ് ദേ ഗെറ്റ്? ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? അതായത് ഇവർക്ക് രണ്ടുപേർക്കും കൂടി, അതായത് നിതയ്ക്കും അജലിനും കൂടി എത്ര ബ്ലോക്സ് കൂടുതൽ കിട്ടി, നിങ്ങൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കറിയാം ഹരിതയ്ക്കും അൻഷിതിനും കൂടിയും കിട്ടിയ ബ്ലോക്സുകളുടെ എണ്ണം 66 ആണ്. നിതയ്ക്കും അജലിനും കൂടിയും കിട്ടിയത് 68 ആണ് അല്ലെ. അപ്പൊ എത്ര കൂടുതൽ കിട്ടി? 66ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴല്ലേ 68 കിട്ടുക. എത്ര കൂടുതൽ കിട്ടിയവർക്ക്? 2 ബ്ലോക്സ് കിട്ടി അല്ലേ. നിത ആൻഡ് അജൽ ഗോട്ട് 2 ബ്ലോക്സ് മോർ ആണ് ഇത് കേട്ടോ. വാട്ട് ക്യാൻ ബി ദ നമ്പർ ഓഫ് ബ്ലോക്സ് നിത ആൻഡ് അജൽ ഗെറ്റ്? നിതയ്ക്കും അജലിനും കിട്ടിയ ബ്ലോക്സുകളുടെ എണ്ണം ഏതൊക്കെ ആയിരിക്കാം എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നിതയ്ക്കും അജലിനും കിട്ടിയ ബ്ലോക്സുകളുടെ എണ്ണം വന്ന 68 ആണ്. അപ്പൊ നമുക്കത് 68 നമുക്ക് ഡിഫറെന്റ് വേസിൽ എഴുതാം. ഒന്നില്ലെങ്കിൽ നിതയ്ക്ക് 60 ബ്ലോക്സ് കിട്ടി, അജലിന് 8 ബ്ലോക്സ് കിട്ടി, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 30 ബ്ലോക്സ് നിതയ്ക്ക് കിട്ടി, ബാക്കി 38 ബ്ലോക്സ് അജലിന് കിട്ടിയെന്ന് എഴുതാം. അങ്ങനെ ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. അല്ലെങ്കിൽ 68ന്റെ ഹാഫ് ആയിട്ട് നോക്കാം കേട്ടോ. 68ന്റെ ഹാഫ് നിതയ്ക്ക് കിട്ടി, മറ്റേ ഹാഫ് അജലിന് കിട്ടി, അങ്ങനെ എഴുതാം. 68ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണുക? 60യുടെ ഹാഫ് എത്രയാ? 30 ആണ് അല്ലെ. പിന്നെ 8ന്റെ ഹാഫ് 4 ആണ്. അപ്പൊ 34 നിതയ്ക്ക് കിട്ടി, 34 അജലിന് കിട്ടി, അങ്ങനെ നമുക്ക് എഴുതാം കേട്ടോ. അങ്ങനെ ഡിഫറെന്റ് വേസിൽ നമുക്ക് എഴുതാം. ഇൻ ദ സെക്കൻഡ് ഗെയിം ദ ഫസ്റ്റ് ടീം ഗോട്ട് 48 ബ്ലോക്സ്. Anshit got 4 blocks more than Harita. How many blocks did Harita get? How many blocks did Anshit get? ഫസ്റ്റ് ടീമിൽ, അതായത് ഹരിതയും അൻഷിതുമായ ടീം, അവർക്ക് 48 ബ്ലോക്സ് കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അൻഷിതിന് ഹരിതയും കാട്ടിലും 4 ബ്ലോക്സ് കൂടുതൽ കിട്ടി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര ബ്ലോക്സ് ആയിരിക്കും ഹരിതയ്ക്ക് കിട്ടിയിരിക്കുക, എത്ര ബ്ലോക്സ് ആയിരിക്കും അൻഷിതിന് കിട്ടിയിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് 48 അല്ലേ. ആ 48ല് നമ്മൾ എന്ത് ചെയ്യാം? ഈ 4 ബ്ലോക്സ് കൂടുതൽ കിട്ടി അൻഷിതിന് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ 4 ബ്ലോക്സ് മാറ്റി വെക്കുക. 48ൽ നിന്ന് 4 ബ്ലോക്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ബ്ലോക്സ് എത്ര ഉണ്ട്? 44 അല്ലെ. ഈ 44 ഹരിതയ്ക്കും എന്താണ് അൻഷിതയും ഈക്വൽ ആയിട്ട് കിട്ടി എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ 44ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? 44 എന്ന് പറഞ്ഞാൽ 40 + 4 ആണ് അല്ലെ. 40യുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ 20 ആണ്. 4ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 2. അപ്പൊ എത്രയാണ് 44ന്റെ ഹാഫ് വരിക? 20 + 2 22 അല്ലെ. 22ഉം 22 അല്ലേ 44. അപ്പൊ ഹരിതയ്ക്ക് കിട്ടിയിരിക്കുക എത്രയാണ്? 22 ബ്ലോക്സ് ആണ്. അൻഷിതിന് കിട്ടിയിരിക്കുക എത്രയാണ്? ഹരിതയും കാട്ടും 4 ബ്ലോക്സ് കൂടുതലാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ 22ന്റെ കൂടെ 4 ബ്ലോക്സ് ആഡ് ചെയ്യുക. അപ്പൊ എത്രയാ വരിക? 26. അപ്പൊ ഹൗ മെനി ബ്ലോക്സ് ഡിഡ് ഹരിത ഗെറ്റ്? അവിടെ 22 എന്ന് എഴുതാം. ഹൗ മെനി ബ്ലോക്സ് ഡിഡ് അൻഷിത് ഗെറ്റിന്റെ അവിടെ 26 എന്ന ബോക്സിൽ എഴുതാം കേട്ടോ. If all the blocks are arranged in groups of 10 and 1, how many groups of 10s will be there? How many 1s? അതായത് എല്ലാ ബ്ലോക്സും നമ്മൾ 10ന്റെ ഗ്രൂപ്പ് ആയിട്ടും 1s ആയിട്ടും അറേഞ്ച് ചെയ്താൽ, അതായത് 48 ബ്ലോക്സ് ഉണ്ടല്ലോ, 48 ബ്ലോക്സിന്റെ കാര്യം പറയുന്നത് കേട്ടോ. ഈ 48 ബ്ലോക്സും നമ്മൾ 10ന്റെ ഗ്രൂപ്പ് ആയിട്ടും 1s ആയിട്ടും അറേഞ്ച് ചെയ്താൽ എത്ര 10ന്റെ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും, എത്ര 1s ഉണ്ടായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 48ൽ എത്ര 10s ആണുള്ളത്? 4 10s ആണ് അല്ലെ. അപ്പൊ എത്ര ഗ്രൂപ്പ്സ് ഓഫ് 10s ഉണ്ടാവും? 4 ആണ് ഉണ്ടാവുക. എത്ര 1s ഉണ്ട്? 8 1s അല്ലെ. അപ്പൊ ഹൗ മെനി ഗ്രൂപ്പ്സ് ഓഫ് 10s വിൽ ബി ദർ? 4 എന്ന ബോക്സിൽ എഴുതാം. ഹൗ മെനി 1s എന്നുള്ള സ്ഥലത്ത് എന്ത് എഴുതാം? 8 എന്ന ബോക്സിൽ എഴുതാം.
The second group got 27 blocks. Ajal got 5 blocks less than Nida. Number of blocks Nida got, number of blocks Ajal got. Second group ആയ അജലിനും നിതയ്ക്കും 27 blocks കിട്ടി. അജലിന് നിതയും കാട്ടിലും 5 blocks കുറവാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 27 ബ്ലോക്സിലെ 5 ബ്ലോക്സ് മാറ്റി വെക്കുക. 27ലെ 5 ബ്ലോക്സ് മാറ്റി വെച്ചാൽ ബാക്കി എത്ര ബ്ലോക്സ് ഉണ്ട്? 22 ബ്ലോക്സ് ഉണ്ട് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ 22ന്റെ പകുതി കാണുക കേട്ടോ. അപ്പൊ 22ന്റെ ഹാഫ് എത്രയാണ്? 22 എന്ന് പറഞ്ഞാൽ 20 പ്ലസ് 2 ആണല്ലോ. 20യുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ 10 ആണ്. 2ന്റെ ഹാഫ് 1. അപ്പൊ എത്രയാ വരിക? 10 പ്ലസ് 1 11 അല്ലെ. 22ന്റെ ഹാഫ് എത്രയാണ്? 11 ആണ്. അപ്പൊ നമ്പർ ഓഫ് ബ്ലോക്സ് നിത ഗോട്ട് എങ്ങനെയാ കാണുക? 11ന്റെ കൂടെ നമ്മൾ എത്ര ആഡ് ചെയ്യണം? ഈ 5 ബ്ലോക്സ് കൂടുതലാണ് നിതയ്ക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ 5 ആഡ് ചെയ്യണം. 11 പ്ലസ് 5 എത്രയാണ്? 16 എന്നാണ് കേട്ടോ. നിതയ്ക്ക് കിട്ടിയ ബ്ലോക്സിന്റെ ബോക്സിൽ എഴുതേണ്ടത്. അപ്പൊ 16 എന്ന് എഴുതാം. ഈ നമ്പർ ഓഫ് ബ്ലോക്സ് അജൽ ഗോട്ട് എത്രയാണ് അജലിന് കിട്ടിയ ബ്ലോക്സുകളുടെ എണ്ണം? 11 ആണ് അല്ലെ. 11 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. ലെറ്റ്സ് ബൈ സോപ്പ്. മിയ ബോട്ട് 13 soaps from Najma. മോഹിത് ബോട്ട് ഡബിൾ ദാറ്റ് നമ്പർ. ഹൗ മെനി സോപ്സ് ഡിഡ് നജ്മ സെൽ? അതായത് മിയ നജ്മയുടെ കയ്യിൽ നിന്ന് 13 സോപ്പുകൾ വാങ്ങി. മോഹിത് നമ്പറിന്റെ ഇരട്ടിയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ എത്ര സോപ്സ് ആണ് നജ്മ വിറ്റിട്ടുണ്ടാവുക എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഹൗ ഐ കാൽക്കുലേറ്റഡും ഹൗ മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ് രണ്ട് രീതിയിൽ നമുക്ക് ഇത് കാണാം കേട്ടോ. ആദ്യം എങ്ങനെ ചെയ്യാം? നമുക്ക് നമ്പർ ഓഫ് സോപ്സ് മിയ ബോട്ട് കാണാം ഫസ്റ്റ്. അത് എത്രയാണ്? 13 ആണ് അല്ലെ, തന്നിട്ടുണ്ട്. ഈ നമ്പർ ഓഫ് സോപ്സ് മോഹിത് ബോട്ട് എത്രയാണ്? 13ന്റെ ഡബിൾ ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 13 പ്ലസ് 13 ചെയ്താൽ പോരെ. 13ന്റെ കൂടെ 13 ആഡ് ചെയ്താൽ 26 കിട്ടും. ടോട്ടൽ സോപ്സ് നജ്മ സോൾഡ് എങ്ങനെ കാണാം? നമുക്ക് 13 പ്ലസ് 26 ചെയ്താൽ മതി അല്ലെ. 13 പ്ലസ് 26 എന്ന് പറയുമ്പോൾ നമുക്ക് 10s ആഡ് ചെയ്യാം. 10 പ്ലസ് 20 ആഡ് ചെയ്യാം ഫസ്റ്റ്. അപ്പൊ എത്രയാ? 30 ആണ്. 3 പ്ലസ് 6 ആഡ് ചെയ്താൽ 9 കിട്ടും. 30 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 39. അങ്ങനെ ചെയ്യാം. ഇനി ഹൗ മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ് അവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്പർ ഓഫ് സോപ്സ് മിയ ബോട്ട് ഈസ് ഈക്വൽ ടു 13 എന്ന് എഴുതാം. നമ്പർ ഓഫ് സോപ്സ് മോഹിത് ബോട്ട് 13 പ്ലസ് 13 ആണ് അല്ലെ. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 13 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. 10 പ്ലസ് 3 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് 10നെ ഡബിൾ ചെയ്യാം. 10നെ ഡബിൾ ചെയ്താൽ എത്രയാ? 20 കിട്ടും അല്ലെ. പിന്നെ 3നെ ഡബിൾ ചെയ്യാം. അപ്പൊ 3ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 6. 20 പ്ലസ് 6 26. ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ് നജ്മ സോൾഡ് കാണാം അല്ലെ. എന്ത് ചെയ്താൽ മതി? 13 പ്ലസ് 26. ആദ്യം 13ന് 10 പ്ലസ് 3 എന്ന് എഴുതാം. 26ന് 20 പ്ലസ് 6 എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം? ടെൻസുകൾ ആഡ് ചെയ്യാം. നേരത്തെ ചെയ്തില്ലേ അതുപോലെ തന്നെ കേട്ടോ. 20 പ്ലസ് 10 ചെയ്യാം, 30 കിട്ടും. ദെൻ 3 പ്ലസ് 6 ചെയ്യാം, 9 കിട്ടും. 30 പ്ലസ് 9 അപ്പൊ എത്രയാ? 39. Soaps should be stacked like this. Draw the picture of 10 soaps stacked like this in your notebook. Soaps ഇവിടെ കാണിച്ചിട്ടില്ലേ പിക്ചറിൽ? അതുപോലത്തെ രീതിയിൽ അടുക്കി വെക്കണം. 10 സോപ്പുകൾ ഈ രീതിയിൽ അടുക്കി വെക്കുമ്പോൾ ഉള്ള പിക്ചർ നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കാൻ നോക്കൂ. ആദ്യം ഒരു സോപ്പ് വെച്ചിരിക്കാം. പിന്നെ ചോട്ടില് 2 സോപ്പ്, പിന്നെ 3 സോപ്സ് അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ് എത്രയാ? 6 സോപ്സ് ഉണ്ട് അല്ലെ. നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എത്ര സോപ്സ് വരയ്ക്കാനാ? 10 സോപ്സ് ഈ രീതിയിൽ അടുക്കി വെക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ 6ന്റെ കൂടെ ഒരു 4 സോപ്സും കൂടി വന്നാലല്ലേ 10 സോപ്സ് ആവുക. ചുവടെ നമ്മളെ ഒരു 4 സോപ്സും കൂടി വരച്ചു ചേർക്കണം കേട്ടോ. ഇതുപോലെ ഹൗ മെനി സോപ്സ് വിൽ ബി ദെയർ ഇൻ 7 stacks ലൈക്ക് ദിസ്? ഇതുപോലുള്ള 7 സ്റ്റാക്കുകളിൽ എത്ര സോപ്പുകൾ ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര എണ്ണം ഉണ്ടാവുക? ആദ്യത്തെ സ്റ്റാക്കിൽ 1, പിന്നെ രണ്ടാമത്തെ സ്റ്റാക്കിൽ 2 എണ്ണം, പിന്നെ മൂന്നാമത്തെ സ്റ്റാക്കിൽ 3 എണ്ണം, നാലാമത്തെ സ്റ്റാക്കിൽ 4 എണ്ണം, അങ്ങനെയാണ് അല്ലെ. അപ്പൊ 7 സ്റ്റാക്കുകളിൽ എത്ര സോപ്സ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ ചെയ്യാം? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7. അപ്പൊ 1 പ്ലസ് 2 പറഞ്ഞാൽ 3 ആണ്. 3 പ്ലസ് 3 6, 6 പ്ലസ് 4 ആഡ് ചെയ്താൽ 10 ആയി. 10 പ്ലസ് 5 ആഡ് ചെയ്താൽ 15 ആയി. 15ന്റെ കൂടെ 6 ആഡ് ചെയ്താൽ 21. 21ന്റെ കൂടെ 7 ആഡ് ചെയ്താൽ 28. ഇനി വാട്ട് അബൌട്ട് 10 സ്റ്റാക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 10 സ്റ്റാക്കുകളിൽ എത്ര സോപ്സ് ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ട്. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 8 പ്ലസ് 9 പ്ലസ് 10. ഇതെല്ലാം ആഡ് ചെയ്യാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യാം? 10 പ്ലസ് 1 ആഡ് ചെയ്യാം. 10 പ്ലസ് 1 പറഞ്ഞാൽ 11 അല്ലേ. 9 പ്ലസ് 2 11 ആണ്. 3 പ്ലസ് 8 11 ആണ്. 4 പ്ലസ് 7 11 ആണ്. 5 പ്ലസ് 6 11 ആണ്. അപ്പൊ മൊത്തം എത്ര 11കൾ ഉണ്ട്? 11 പ്ലസ് 11 പ്ലസ് 11 പ്ലസ് 11 പ്ലസ് 11, 5 11s വരും അല്ലെ. ഈ 11 ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? എല്ലാത്തിനെയും 10s ഫസ്റ്റ് ആഡ് ചെയ്യുക അല്ലെ. അപ്പൊ 5 10s ആഡ് ചെയ്യുക. അപ്പൊ 50 ആയി. പിന്നെ 5 ones എന്ന് പറഞ്ഞാൽ 5. അപ്പൊ 50 പ്ലസ് 5 എത്രയാ? 55 കേട്ടോ. അങ്ങനെ ആഡ് ചെയ്യുക കേട്ടോ. മെന്റൽ കാൽക്കുലേഷൻസ് ആണ്, അതായത് മനക്കണക്കുകളാണ് കേട്ടോ. Nida's mother gave 45 rupees to buy soap. Nida had 8 rupees. How much is the total?
അതായത് നിതയുടെ അമ്മ 45 റുപ്പീസ് സോപ്പ് വാങ്ങാനായിട്ട് കൊടുത്തു. നിതയുടെ കയ്യില് 8 റുപ്പീസ് ഉണ്ടായിരുന്നു. മൊത്തം എത്ര രൂപയാണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ കുട്ടി എങ്ങനെയാ ചെയ്യാൻ നോക്കൂ. 8 റുപ്പീസ് മീൻസ് 5 റുപ്പീസ് ആൻഡ് 3 റുപ്പീസ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. അവിടെ ആദ്യം 8 റുപ്പീസിനെ എന്ത് ചെയ്തു, 5 റുപ്പീസ് എന്നും 3 റുപ്പീസും ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു കേട്ടോ. ദെൻ ഐ ആഡഡ് 5 റുപ്പീസ് ടു 45 റുപ്പീസ്. ഞാൻ 5 രൂപ 45 രൂപയിലേക്ക് ആഡ് ചെയ്തു എന്നാ പറയുന്നത് അല്ലെ. 45 റുപ്പീസിന്റെ കൂടെ 5 റുപ്പീസും കൂടി വന്നാൽ എത്രയായി മാറും, 50 റുപ്പീസ് ആവും അല്ലെ. സോ ഇറ്റ് ബിക്കേം 50 റുപ്പീസ്. ദെൻ ആഡഡ് 3 to 50 റുപ്പീസ് ആൻഡ് ഐ ഗോട്ട് 53 റുപ്പീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു, ഈ 3 റുപ്പീസ് 50യുടെ കൂടെ ആഡ് ചെയ്തു. 50 റുപ്പീസിന്റെ കൂടെ 3യും കൂടി വന്നപ്പോൾ എനിക്ക് അങ്ങനെ 53 റുപ്പീസ് കിട്ടി എന്നാണ് ആ കുട്ടി പറയുന്നത്. അടുത്ത കുട്ടി എന്താ ചെയ്തിരിക്കുന്നത് നോക്കൂ. 45ന്റെ കൂടെ 8 ആഡ് ചെയ്യാനായിട്ട് ആദ്യം എന്ത് ചെയ്തു, 45നെ 40 + 5 എന്നുള്ള രീതിയിൽ ആക്കി. ദെൻ 8ഉം കൂടി ആഡ് ചെയ്യാം. അപ്പൊ 1s ആഡ് ചെയ്യാണ് കേട്ടോ. 5ന്റെ കൂടെ 8 ആഡ് ചെയ്താൽ 13 ആയി. 40യുടെ കൂടെ 13 എന്ന് പറഞ്ഞാൽ 40 + 10 ആദ്യം ചെയ്തു കേട്ടോ. അപ്പൊ എത്രയാ, 50. ദെൻ 50യുടെ കൂടെ 3 ആഡ് ചെയ്തു, 53. ദിസ് ഈസ് ഹൗ ഐ കാൽക്കുലേറ്റഡ് എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്യാൻ യു ആൻസർ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മദർ പുട്ട് 58 സോപ്സ് ഇൻ എ ബോക്സ്. ഐ പുട്ട് 2 more in that. മദർ പുട്ട് 9 again. ഹൗ മെനി സോപ്സ് ആർ there in the box now? അമ്മ ബോക്സിൽ 58 സോപ്സ് ഇട്ടു. ഞാൻ അതിലേക്ക് 2 സോപ്സ് കൂടുതൽ ഇട്ടു. അമ്മ പിന്നെ 9 സോപ്സ് പിന്നെ ഇട്ടു. അപ്പൊ ബോക്സിൽ എത്ര സോപ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാ ചെയ്യാം, 58ന്റെ കൂടെ 2 ആഡ് ചെയ്യണം. അപ്പൊ എത്രയാ, 60 ആയി. 60യുടെ കൂടെ ഒരു 9 സോപ്സും കൂടി അല്ലെ. അപ്പൊ എത്രയാ, 60 + 9 69. ചോദിക്കുന്നത് 12 റുപ്പീസ് ആഡഡ് ടു 3 റുപ്പീസ് ഈസ് 15 റുപ്പീസ്. ഇഫ് 12 റുപ്പീസ് ഈസ് ആഡഡ് ടു 8 റുപ്പീസ് ഹൗ മച്ച് വിൽ ഇറ്റ് ബി എന്ന് ചോദിക്കുകയാണ് അല്ലെ. 12 റുപ്പീസ് 3 റുപ്പീസിന്റെ കൂടെ ആഡ് ചെയ്താൽ 15 റുപ്പീസ് ആണ്. 12 റുപ്പീസ് 8 റുപ്പീസിന്റെ കൂടെ ആഡ് ചെയ്താൽ എത്രയാട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, 15ന്റെ കൂടെ ഒരു 5ഉം കൂടി ആഡ് ചെയ്താൽ പോരെ. അതായത് 8 എന്ന് പറഞ്ഞാൽ 3 + 5 അല്ലേ 8 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, 15ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 20 കിട്ടും അല്ലെ. അപ്പൊ ആൻസർ എത്രയാ വരിക, 20. ഹൗ ഐ ഡിഡ് ഇറ്റ് ഇൻ മൈ ഹെഡ്. Take the way you calculated 28 + 36 in your head. 28 + 36 നിങ്ങൾ എങ്ങനെയാണ് മൈൻഡ് കാൽക്കുലേഷൻ വഴി കാൽക്കുലേറ്റ് ചെയ്തത് എന്നുള്ള രീതി ടിക്ക് ഇടാനാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറെ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ഏത് രീതിയിലാണ് നിങ്ങൾ മൈൻഡ് കാൽക്കുലേഷൻ നടത്തിയത് അതിൽ പോയിട്ട് ടിക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് എങ്ങനെയാ, 28 + 36 ഫസ്റ്റ് 20 + 30 ആഡ് ചെയ്തു, 50 കിട്ടി. പിന്നെ 8 + 6 ആഡ് ചെയ്തു, 14 കിട്ടി. ദെൻ 50യുടെ കൂടെ 14 ആഡ് ചെയ്തു, 64. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു മെത്തേഡ് നോക്കൂ. 28ന്റെ കൂടെ 2 ആഡ് ചെയ്തു, അപ്പൊ എത്രയാ, 30 ആയി. ഇനി 30യുടെ കൂടെ 34 ആഡ് ചെയ്തു, 64. അടുത്തൊരു രീതി എന്ന് പറയുന്നത് 36ന്റെ കൂടെ 4 ആഡ് ചെയ്തു, 40 കിട്ടി. ദെൻ 40യുടെ കൂടെ 24 ആഡ് ചെയ്തു, 64. അടുത്തത് 28ന്റെ കൂടെ 30 ആഡ് ചെയ്തു, 58 കിട്ടി. 58ന്റെ കൂടെ 6 ആഡ് ചെയ്തു, 34 കിട്ടി. അടുത്തത് 58ന്റെ കൂടെ 6 ആഡ് ചെയ്തു, 64 കിട്ടി. അടുത്തത് 20 + 30 + 8 + 6 ചെയ്യാണ് കേട്ടോ. ആദ്യം എന്ത് ചെയ്തു, 20 + 30 ചെയ്തു, 50 കിട്ടി. 8 + 6 14. 50 + 14 പറഞ്ഞാൽ 64 കേട്ടോ. ഇതൊക്കെയാണ് ഡിഫറെന്റ് വേസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് രീതിയിലാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത് എന്നുള്ളത് അവിടെ പോയി ടിക്ക് ഇടുക കേട്ടോ. റൈറ്റ് യുവർ മെത്തേഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഏത് മെത്തേഡ് വഴിയാണ് നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തത് എന്നുള്ളത് അവിടെ എഴുതും. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.